ചേട്ടാ, മലയാള സിനിമാ താരം ടിനി ടോം കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ഏറെ വിവാദമായിരുന്നു. മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് സിനിമകളിൽ അവസരം കിട്ടാതെ മുതിർന്ന നടന്മാരായ ബഹദൂറിൻ്റെയും അടൂർ ഭാസിയുടെയും ഒക്കെ വീടുകളിൽ ചെന്നിരുന്ന് കരയുമായിരുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം. അത് ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു സീനിയറായ നടനിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചാണ് താൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്ന് ടിനി ടോം പറഞ്ഞെങ്കിലും ആ സീനിയർ താരം അടക്കം കൈയൊഴിയുകയും പിന്നീട് അദ്ദേഹം ഒരു ഖേദപ്രകടനം കഴിഞ്ഞ ദിവസം വീഡിയോയായി ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ടിനി ടോം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണ്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മണിയമ്പിള്ള രാജു പറഞ്ഞു എന്നാണ് പറയുന്നത്. മണിയമ്പിള്ള രാജു പറയുന്നത് ഇയാൾക്ക് ഭ്രാന്താണെന്നാണ്. മണിയമ്പിള്ള രാജുവിൻ്റെ വാക്കുകൾ ഏതാനും വാക്കുകൾ ഞാൻ വായിക്കാം. ടിനിയൊന്നും നസീർ സാറിനെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 10-15 സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂകളിലും പ്രസംഗത്തിലുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇവന് ഭ്രാന്താണ്. ഇത്തരം മണ്ടത്തരങ്ങൾ ഇയാൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതാണ് മണിയമ്പിള്ള രാജു ഇതിനെക്കുറിച്ച് പറയുന്നത്. മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന നിർമ്മാതാവും നടനുമായിട്ടുള്ള സീനിയറായിട്ടുള്ള ആൾ തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ടിനി ടോം പറയുന്നത്. നേരത്തെ ലാൽ ജോസിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇയാൾ പറഞ്ഞിരുന്നു. ലാൽ ജോസിൻ്റെ അറിയാവുന്ന ഒരു കാര്യം, ഒരു നടിയുടെ മാതാവ് മറ്റൊരാളുടെ ഓഫീസിന് മുന്നിൽ പോയി മുടി മുറിച്ച് പ്രതിഷേധിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. വേണമെങ്കിൽ ലാൽ ജോസിനെ വിളിച്ച് ചോദിക്കാമെന്നും ഇദ്ദേഹം വിളിച്ച് പറഞ്ഞു. അതിനു മുൻപ് ഒരു നടൻ്റെ പല്ല് പൊടിഞ്ഞു പോകുന്നുണ്ട് ലഹരി ഉപയോഗത്തിൽ. എന്നാൽ ഇത് ആരാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള യുവനടന്മാരെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ ആരാണെന്ന് പറയാതിരുന്നാൽ ആരുടെയെല്ലാം പേരുകൾ അവിടെ പരാമർശിക്കപ്പെടും. യുവനടന്മാർ എത്ര പേരുണ്ട് നമുക്ക്. DQ ഉണ്ട്, ശ്രീനാഥ് ഭാസി ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ഇങ്ങനെ എത്ര നസ്ലിൻ വരെയുണ്ട്. എത്രയോ നടന്മാർ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. അപ്പോൾ പൊതുവെ ഒരു ധാരണ വെച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും ആരെ വേണമെങ്കിലും ആർക്കും സംശയിക്കാം. ടിനി പറഞ്ഞു വെച്ചത് ഇയാളെ അല്ലേ എന്നുള്ള രീതി ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന ഒരാൾ ഇത് പറയുമ്പോൾ അതിനൊരു ഒരു വിശ്വാസ്യതയുണ്ട്. ഒന്നുകിൽ അത് പറയാതിരിക്കുക, സംഭവം ശരിയായിരിക്കാം, അങ്ങനെ സംഭവം ഉണ്ടായിരിക്കാം, അത് പിന്നീട് പലരും പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. എന്നാൽ ഇദ്ദേഹം അത് പറയുമ്പോൾ ആ വീട്ടിലെ അംഗമാണ്, എൻ്റെ വീട്ടിലെ ഒരാൾ കുഴപ്പക്കാരനാണ് എന്ന് ഞാൻ പുറത്ത് നിന്ന് പറയുന്നു. നാട്ടുകാരെന്ത് വിചാരിക്കും? എൻ്റെ വീട്ടിലെ എല്ലാവരെയും സംശയിക്കും അല്ലേ? അങ്ങനെയാണ്. ഇതിപ്പം യുവതാരങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽപ്പെടും. എല്ലാവരും സംശയത്തിൻ്റെ മുന്നിലായി. അത് ഇൻഡസ്ട്രിയിൽ വലിയ പ്രശ്നമായി. അത് അമ്മയിൽ വരെ എത്തി. അതിനെക്കുറിച്ചുള്ള ചർച്ച അമ്മയിൽ വരെ പലരും പരാതിയുമായി രഹസ്യമായും പരസ്യമായും പരാതികൾ പലതും അവിടെ എത്തി. അമ്മയിൽ നിന്നുള്ള നിർദ്ദേശം ഈ ടിനി ടോമിന് ലഭിച്ചതാണ് ഇത് സംബന്ധിച്ച്. അങ്ങനെ പലതവണ പല ആൾക്കാരെയും കുറിച്ച് സംസാരിച്ച് കുഴപ്പത്തിൽ പെടുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി. അത് മണിയമ്പിള്ള രാജു പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് ടിനി ടോമിൻ്റെ സ്ഥിരം പരിപാടിയാണെന്നാണ് മണിയമ്പിള്ള രാജു പറയുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. വർഷാവർഷം നടക്കുന്ന പ്രേം നസീറിൻ്റെ പരിപാടികളിൽ താൻ പങ്കെടുക്കാൻ പോകാറുണ്ട്. ഞാൻ അദ്ദേഹത്തൊപ്പം 15 സിനിമകളോളം അഭിനയിച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ല, പ്രേം നസീറിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഈ പറയുന്ന പോലെ എന്താ പറയുക, വായിച്ചുള്ള അറിവാണെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവാണെങ്കിലും അവസാന കാലം വരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പ്രേം നസീറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളായിരുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ട് ആരെങ്കിലും വിളിച്ച് എനിക്കൊരു റോള് തരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യകത പ്രേം നസീറിനുള്ളതായിട്ട് മലയാളത്തിലെ എന്താ പറയുക, മലയാള സിനിമയുടെ ചരിത്രത്തിൽ എവിടെയും ആരും എഴുതിയിട്ടില്ല. അകപ്പാടെ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഒരു ആഗ്രഹം ഉള്ളതായിട്ട്, അതും ഒരു പൊടിപ്പും തൊങ്ങലും വെച്ച കഥയാണ്. 2 പ്രമുഖ നടന്മാരുടെ പേര് വെച്ചുകൊണ്ട് അവർ 2 പേരും കൂടെ അതിനെക്കുറിച്ച് തമാശയായി പറഞ്ഞ് ചിരിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ. അത് മൂന്നാമതൊരു നടനിലൂടെയാണ് അത് പുറത്തു വന്നത്. അങ്ങനെ ഒരു വിവാദം വന്നിരുന്നു. പക്ഷേ അതൊരു പൊടുപ്പും തൊങ്ങലും വെച്ചൊരു കഥയായിട്ടാണ് പലർക്കും തോന്നിയത്. എന്തിന് നസീറിൻ്റെ ഫാമിലി പോലും അങ്ങനെ ഒരു ആവശ്യം, പ്രേം നസീറിൻ്റെ ഫാമിലി പോലും അങ്ങനെ ഒരു ആവശ്യത്തെക്കുറിച്ച് അവർ പോലും അതിൻ്റെ പിന്നാലെ പോയില്ല.
പ്രേം നസീർ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചു, അതിൽ 2 നടന്മാരെ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ 2 പേരും അതിനെ തമാശയായി എന്താ പറയുക, അത് പറഞ്ഞ് ചിരിച്ചു എന്നുള്ളതാണ്. അല്ലാതെ മലയാള സിനിമ ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെയൊരു സംഭവം കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ ടിനി ടോം വേറെ എവിടുന്നെങ്കിലും ഇത് ചുരട്ടിക്കൊണ്ട് വന്നതാണെന്നൊന്നും അറിയില്ല. പറഞ്ഞ ആൾ പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല, ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശൈലി, വാക്കുകളുടെ ഒരു രീതി, എനിക്ക് തോന്നുന്നു 98-ലാണ് അദ്ദേഹം വരുന്നത്. പഞ്ചപാണ്ഡവരോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. എന്തായാലും മലയാളം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഏറ്റവും അധികം അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. പിന്നീട് ഒട്ടനവധി സിനിമകളുണ്ട്. നല്ല അഭിനേതാവൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ വലിയ പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റ രീതി, ഒരു താൻ പ്രമാണിത്വം, അതെല്ലായിടത്തുമുണ്ട്. താൻ എന്തോ വലുതാണ്, വലിയൊരു സംഭവമാണ്. അദ്ദേഹത്തെക്കാൾ വലിയ നടന്മാർക്കില്ലാത്ത ഒരു ഒരു രീതി വലിയ നടന്മാർ പോലും ഇങ്ങനെ കാട്ടിക്കൂട്ടാറില്ല. ഈ രീതിയിൽ മറ്റുള്ളവരെ എല്ലാം ചെറുതായി കാണുന്ന ഒരു രീതി അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടിനി ടോമിനെ സംബന്ധിച്ചിടത്തോളം ടിനി ടോം നോക്കേണ്ട ഒരു കാര്യം പ്രേം നസീർ എവിടെയായിരുന്നു എന്നുള്ളതാണ്. പ്രേം നസീർ മലയാളത്തിൽ എത്രത്തോളം എന്ത് ഒരു ലെജൻഡായിട്ടുള്ള ഒരു ആക്ടർ, വലിയ ഒരുപാട് മലയാള സിനിമയുടെ പടവുകൾ അന്നത്തെ ഒരുപാട് പോരായ്മകളിൽ നിന്നുകൊണ്ട്, അന്നത്തെ ടെക്നിക്കൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഡബ്ബിങ്ങിന് വേണമെങ്കിൽ ഒരു ഡബ്ബിങ് നടക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ചിത്ര സംയോജനം നടക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഇന്നത്തെ പോലെ ഒന്നുമല്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടും ഒരുപാട് ഈ മലയാള സിനിമയെ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ട് വന്നവരാണ് അവർ. അവിടെ 2 കാര്യങ്ങൾ കൂടി ടിനി ടോം പറഞ്ഞു വെച്ചു. അടൂർ ഭാസി, ബഹദൂർ, ഈ 2 പേരെക്കുറിച്ചും പറഞ്ഞു വെച്ചു. അവരുടെ വീട്ടിൽ പോയി കരയേണ്ടി വന്നു എന്നുള്ളതാണ്, അവരുടെ വീട്ടിൽ പോകേണ്ടി വന്നു എന്നുള്ളതാണ് ടിനി ടോം പറയുന്നത്. ഈ ബഹദൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സെറ്റിൽ ആരെങ്കിലുമൊക്കെ കാണാൻ വരികയാണെങ്കിൽ ഈ പണം മേടിച്ച് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അഭിനയിക്കുന്ന പൈസ ഉണ്ടല്ലോ, ആരെങ്കിലും വരികയാണെങ്കിൽ അദ്ദേഹത്തെ എൻ്റെ പരിചയക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, ഇതൊക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിലുള്ള സാധനമാണ്. ആരെങ്കിലും ഒരാൾ കാണാൻ വരികയാണെങ്കിൽ പ്രൊഡക്ഷനിൽ നിന്ന് പൈസ മേടിച്ച് കൊടുക്കും. തൻ്റെ ശമ്പളം നേരത്തെ മേടിച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പല സംവിധായകന്മാരും പ്രൊഡക്ഷൻ്റെ ടീമുകളോട് പറയും, ഇക്കാക്ക് പൈസ കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ ഇത് വല്ലവർക്കും ഒക്കെ എടുത്ത് കൊടുക്കും, സംഭാവന ചെയ്ത് കളയുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുടെ വീട്ടിലേക്ക് എന്തിനാണ് നസീർ പോകേണ്ടത്? നസീർ അങ്ങനെ പോകേണ്ട ആവശ്യകത പോലും വരില്ല. ഒരിക്കലും പ്രേം നസീർ അങ്ങനെ പോകേണ്ട ഒരു ആവശ്യകതയും വരില്ലെന്നേ. ഇവരൊക്കെ മലയാള സിനിമയിൽ നമ്മൾ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതിലുമൊക്കെയുള്ള വലിയ വലിയ കഥകളുള്ളതാണ്. മദ്രാസിലേക്ക് പ്രേം നസീർ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആർക്കും ഏത് സമയവും കയറി ചെല്ലാമെന്ന സാഹചര്യം ഉള്ള ഒരാളാണ്. അത്രയും സ്വാതന്ത്ര്യം അവിടുത്തെ നടീനടന്മാർക്കെല്ലാം തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്. അത്രത്തോളം സ്വാതന്ത്ര്യം അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഇത്രയധികം സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ച ഒരു താരം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഞാനിവിടെ ഇരുന്നിട്ട് ടി എൻ ഗോപകുമാറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എനിക്ക് എന്ത് അവകാശമുള്ളത്? അദ്ദേഹത്തെ കുറിച്ച് ഒരു മാധ്യമ മേഖലയിലെ വലിയൊരു ലെജൻഡായിട്ടുള്ളൊരു മനുഷ്യനെ കുറിച്ച് ഞാനിവിടെ നിന്ന് പറയുന്നു. TNGക്ക് അവസരമൊന്നും ഇല്ലായിരുന്നു, കണ്ണാടിയൊന്നും അദ്ദേഹത്തിന് പറ്റുന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്നെ പിടിച്ച് അടിക്കത്തില്ലേ? എന്തായിരിക്കും അവസ്ഥ? നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് നമുക്ക് മുന്നേ നടന്നു പോയവരുടെ വില എന്തായിരുന്നു എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. അവർക്ക് വെറുതെ ഇരുന്ന് 10 പേരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, താനൊരു വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പോവുക. ഇപ്പോൾ എയറിൽ പറക്കുകയാണ്, നാട്ടുകാർ പറത്തി വിട്ടിരിക്കുന്നു. ഈ ചില രാഷ്ട്രീയ നേതാക്കളെ പോലെയാണ് ഈ ടിനി ടോം. എയറിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യമില്ല, എയറിൽ നിന്ന് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും പിടിച്ച് താഴെ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇദ്ദേഹത്തിന് അത് താല്പര്യമില്ല. ഇദ്ദേഹത്തിന് ഇപ്പോഴും ഇങ്ങനെ എയറി പറന്ന് നടക്കണം. തമിഴ്നാട്ടിൽ MGRനെ കുറിച്ചൊക്കെ ഇങ്ങനെയാണെന്ന് ഏതെങ്കിലും ഒരു നടിയോ നടനോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, അവർ വാനിഷാക്കി കളയും. അതാണ് അവിടുത്തെ പരിപാടി. MGRനെ കുറിച്ചൊക്കെ ഇപ്പോഴത്തെ ഒരു സിനിമയിലൊരു ട്രോളായിട്ടെങ്കിലും ഒന്ന് അവതരിപ്പിച്ച് നോക്ക്. അത് തിയേറ്റർ കാണില്ല പടം, ആ പടം തിയേറ്റർ എത്തത്തില്ല, തിയേറ്ററിൽ കയറ്റില്ല അവർ. അത് ചെയ്ത സംവിധായകൻ എന്നേക്കുമായി പിന്നാമ്പുറത്തേക്ക് തള്ളപ്പെടും. അതാണ് അവസ്ഥ. എന്തായാലും
മണിയമ്പിള്ള രാജു തന്നെ അതിശക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇയാൾക്ക് ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്നാണ്. അവർ രണ്ടുപേരും അമ്മയുടെ ഭാരവാഹികളായിട്ട് ആളുകളാണ്. ആളുകളാണ്. ഏതായാലും ഇത്തരം പ്രസ്താവനകൾ ഇദ്ദേഹം ഒഴിവാക്കുന്നതാണ് നല്ലത്.